സുന്ദരമായ ഒരു സ്വാതന്ത്ര്യ പുലരിയിലേക്ക് രാജ്യം എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാ ചടങ്ങുകളും ഇക്കുറി വളരെ വലിയ സുരക്ഷാ വലയത്തിലാണ്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. നോബൽ മാരിക്കാരൻ, ഇപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. രാജ്യം കാതോർത്തിരിക്കുന്ന പ്രസംഗമാണ്. ത്രിവർണ്ണ ശോഭയിൽ ചെങ്കോട്ട ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ത്രിവർണ്ണ പതാക ഉയർത്തും. ത്രിവർണ്ണ പതാക ഉയർത്തുന്നത് ഇക്കുറി പ്രധാനമന്ത്രി അസിസ്റ്റ് ചെയ്യുന്നത് ക്യാപ്റ്റൻ സോണിയ സിംഗ് ചൗഹാനാണ്. അതിനുശേഷം 21 ഇത് ചെങ്കോട്ടയുടെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവിധ ക്യാമറ പൊസിഷനുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ ചിത്രങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് ദൂരദർശൻ്റെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരുമാണ്. അവിടെ പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ വലിയ സുരക്ഷാ വലയത്തിലാണ് ഉള്ളത് ഇക്കുറി. ചെങ്കോട്ടയിൽ മാത്രമല്ല, ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്നതിന് ശേഷമുള്ള സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ സുരക്ഷാ വലയത്തിലാണ് ദില്ലി മുഴുവൻ. ഇപ്പോൾ പ്രേക്ഷകർ കാണാൻ പോകുന്നത് അതാ നോക്കൂ, പ്രധാനമന്ത്രി എത്തുമ്പോൾ അവിടെ കാത്തിരിക്കുന്ന സദസ്സിനെ കാണാം. തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥര്, അതേപോലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ 5000-ഓളം പേരാണ് ഇക്കുറി പ്രധാനമന്ത്രിയുടെ ചെങ്കോട്ടയിൽ നിന്നുള്ള പ്രസംഗം കേൾക്കാൻ കാതോർത്തിരിക്കുന്നത്. രാജ്യം യുവശക്തിയുടെ കരുത്തിൽ ഒരു പുതിയ നാളെയിലേക്ക് കാലൂന്നുകയാണ്. 80ാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ നിറവിൽ രാജ്യം നിൽക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഈ രാജ്യം മുന്നോട്ട് വയ്ക്കുന്നു. 8 പതിറ്റാണ്ടിൻ്റെ അനുഭവ സമ്പത്തുണ്ട്. രാജ്യം യുവത്വത്തിൻ്റെ തിളപ്പ്, യുവത്വത്തിൻ്റെ തുടിപ്പ് തിരിച്ചറിയുന്ന നാളുകൾ കൂടിയാണ്. ജെൻസി പ്രതിഷേധമാണെങ്കിലും ജെൻസി പിന്തുണയാണെങ്കിലും രാജ്യത്തെ ഒരു പാർട്ടിക്കും വിസ്മരിക്കാനാവാത്തതാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദില്ലി ചെങ്കോട്ടയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. കാണികൾ ഒരു മെക്സിക്കൻ വേവ് പോലെ തരംഗമുണ്ടാക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. ഗാലറികളിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തത്സമയ കാഴ്ചകൾ. രാജ്യം 80ാം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിലേക്ക് കടക്കുന്നു. പ്രധാനമന്ത്രി അല്പസമയത്തിനുള്ളിൽ ത്രിവർണ്ണ പതാക ഉയർത്തും. അതിനുശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അതിനിടയ്ക്ക് 21 ഗൺ സല്യൂട്ടുകൾ ഉണ്ടാവും. ഇത്തവണ 21 ഗൺ സല്യൂട്ടുകൾ 1721 1721 ഫീൽഡ് ബാറ്ററി റെജിമെൻ്റാണ് ആദരസൂചകമായിട്ടുള്ള 21 ഗൺ സല്യൂട്ടുകൾ നൽകുക. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക. ഇക്കുറിയുള്ള പ്രത്യേകത, ആദ്യമായി ചെങ്കോട്ടയിൽ നിന്ന് വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിക്കുന്നു എന്നുള്ളതാണ്. ഇതേവരെ വന്ദേമാതരം ചെങ്കോട്ടയിൽ നിന്ന് ആലപിക്കപ്പെട്ടിരുന്നില്ല എന്നതാണ്. 7:30 കൂടി, കൃത്യം 7:30, ഇനി എനിക്ക് തോന്നുന്നു 1 മിനിറ്റിൽ മാത്രമേ സമയം താമസിക്കുകയുള്ളൂ. ചടങ്ങുകൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ചെങ്കോട്ടയിൽ വന്ദേമാതരം മുഴങ്ങും. ചരിത്രത്തിൽ ആദ്യമായി വന്ദേമാതരം മുഴങ്ങും എന്ന പ്രത്യേകത കൂടിയുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രിക്ക് സംസാരിക്കാനുള്ള റാംപത്ത് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ വേദിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി എത്തും. ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയതിനു ശേഷമായിരിക്കും പ്രധാനമന്ത്രി ഗൺ സല്യൂട്ട് സ്വീകരിച്ചതിന് ശേഷം വന്ദേമാതരം മുഴങ്ങുന്നതോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമാകും. രാജ്യത്തെ യുവജനതയുടെ ശക്തിയും യുവജനതയുടെ കരുത്തുമായിരിക്കും പ്രധാനമന്ത്രി ഇക്കുറിയും എണ്ണിപ്പറയുക. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ചെങ്കോട്ടയിൽ നിന്ന് കാണുന്നത്. ദാ നോക്കൂ, പ്രധാനമന്ത്രി എത്തുന്നു. പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്ന വനിതാ ഓഫീസറുടെ പേര് ക്യാപ്റ്റൻ സോണിയ സിംഗ് ചൗഹാൻ എന്നാണ്.
ശരി, അങ്ങനെ ചെങ്കോട്ടയിൽ ചരിത്രം തിരുത്തിക്കുറിച്ചിരിക്കുന്നു. ചെങ്കോട്ടയുടെ ചരിത്രത്തിൽ ഇതാദ്യമായി വന്ദേ മാതരം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി, അതിനുശേഷം ഗൺ സല്യൂട്ട്. After the hoisting of the national flag by the Honourable Prime Minister and the 21 gun salute, flag petals being showered at the venue by 2 Mi-17 helicopters of the Indian Air Force, one trooping the national flag and the other. ഇതാ വന്ദേ മാതരം മുഴങ്ങിക്കേട്ടിരിക്കുന്നു. ഇപ്പോൾ ഹെലികോപ്റ്ററുകളിൽ നിന്ന് പുഷ്പവൃഷ്ടി, അതിനുശേഷം 21 ഗൺ സല്യൂട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക. ജൻസി പ്രക്ഷോഭം കൊണ്ട് രാജ്യത്തെ രാഷ്ട്രീയം തിളച്ചുമറിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ യുവജനതയെ കുറിച്ച് എന്താണ് പ്രധാനമന്ത്രി പറയുക എന്ന് കാതോർക്കുകയാണ് രാജ്യം. അങ്ങനെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ നീലാകാശത്ത് പുഷ്പവൃഷ്ടി നടത്തുകയാണ്. ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ ഗൺ സല്യൂട്ടിന് ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോകുന്നു. വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികം കൂടി ചേരുന്നതാണ് ഇക്കുറി സ്വാതന്ത്ര്യ ദിനാഘോഷം എന്ന പ്രത്യേകതയുണ്ട്. രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു പ്രധാനമന്ത്രി. Coming onto the ground like blessings from all our freedom fighters, from all our elders. Shri Bankim Chandra Chatterjee's ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയുടെ ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. ന്യൂനപക്ഷ വിഭാഗത്തെ, ഇന്ത്യയുടെ ബഹുജന സഞ്ചയത്തെ എല്ലാം ഉൾക്കൊള്ളുന്ന ബഹുസ്വരതയുടെ പ്രതീകമാണ് ഇന്ത്യയുടെ ദേശീയ പതാക. ഒപ്പം തന്നെ ഇന്ത്യയുടെ സാംസ്കാരികമായ ഐക്യത്തെയും ഇന്ത്യയുടെ ചരിത്രത്തെയും ഉൾക്കൊള്ളുന്ന ദേശീയ പതാക. ദേശീയ പതാകയുടെ ആശയം എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: ചേർത്തുപിടിക്കൽ എന്നതാണ്. സർവാശ്രയത്വം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എല്ലാ വിഭാഗത്തെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യ 80 വർഷം പൂർത്തിയാക്കുന്നു. 8 പതിറ്റാണ്ട് ഈ രാജ്യം വലിയ കടുത്ത അഗ്നിപരീക്ഷണങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ഭാരത ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലും വ്യക്തിയുടെ അന്തസ്സിലും അധിഷ്ഠിതമായ ഒരു രാഷ്ട്രം എന്ന നിലയിൽ രാജ്യം ഇപ്പോഴും ഏറെക്കുറെ രാജ്യം സ്വപ്നം കണ്ടതുപോലെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കാൻ സാധിച്ചു. അയൽപക്ക രാജ്യങ്ങളിൽ പലരും ഏകാധിപത്യത്തിലേക്ക് വഴുതി വീഴുമ്പോഴും ഭരണഘടനാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയം, ഭരണഘടനാധിഷ്ഠിതമായ ഭരണ സംവിധാനം നിലനിർത്താൻ നമുക്ക് സാധിച്ചു. അടിയന്തരാവസ്ഥയുടെ 2.5 വർഷക്കാലം ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യ ഭരണഘടനാധിഷ്ഠിതമായ ഒരു സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളുകയായിരുന്നു. വലിയ വലിയ പരീക്ഷണങ്ങൾ ഈ രാജ്യം നേരിട്ടിട്ടുണ്ട്, ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ച് നമ്മൾ ഒരു ബഹുസ്വര ജനാധിപത്യ റിപ്പബ്ലിക്കായി തുടരുന്നു. 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്.